സെമി ടസർ സാരിക്കകത്ത് കട്ട് വർക്ക് പാറ്റേൺ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു സാരിയുടെ പ്രത്യേകത. നല്ല രസമുള്ള ഒരു കട്ട് വർക്ക് ഡിസൈൻ ആണ്. ഇന്ന് ഫുള്ളായിട്ട് ആ ഒരു ലോ ബോർഡർ അല്ലെ ഒരു ജോമെട്രിക് പാറ്റേണിൻ്റെ അത് സർക്കുലർ മോട്ടീവ്സ് കൊടുത്തിട്ട് ഷിഫ്ലി പോലെയാണ് കേട്ടോ. ബേസിക്കലി കട്ട് വർക്ക് പാറ്റേൺ ആണ്, പക്ഷെ കൂടുതലും നമുക്ക് അതിനകത്തൊരു ഷിഫ്ലിയുടെ ഡിസൈൻ പോലെ നമ്മൾ പെട്ടെന്ന് സർക്കുലർ ആയിട്ടുള്ള പാറ്റേൺസ് വരുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഷിഫ്ലി ആണെന്നുള്ള ഒരു ലുക്കിലാണ് അതിൻ്റെ അകത്ത് വരാറുള്ളത്. ആൻഡ് അത് നല്ലൊരു വൈറ്റ് ഷെയ്ഡിലാണ് അതിൻ്റെ ഒരു എംബ്രോയിഡറി ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട് ആ ഒരു പ്രിൻറ്റഡ് ഡിസൈൻസ് വിത്ത് ഫോയിൽ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലീഫ് പാറ്റേണിൽ വന്നിട്ടുള്ള ഡിസൈൻ. ഇത് ടസറിൻ്റെ അതേ ലുക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓവറോൾ സാരിയുടെ ഭംഗിയും നല്ല രസമായിട്ട് ആ ഒരു ടസറിൻ്റെ ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ടസർ പോലെ തന്നെ ലൈറ്റ് വെയ്റ്റും ആണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ സെമി ടസർ സാരിക്കകത്ത് ഫോയിൽ പ്രിൻറ്റിങ്ങിൻ്റെ കോമ്പിനേഷനും കൂടെ ഗോൾഡൻ ഫോയിലാണ് അത് പ്രിൻറ്റഡ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ സാരി കംസ് അറ്റ് എ റിയലി ഗുഡ് പ്രൈസ് റേഞ്ച്. 2899 റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ഒതുക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു എന്താ പറയുക ഒരു കംഫർട്ടബിൾ ലെവലിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കളർ കോമ്പിനേഷൻസ് പീച്ചാണ്. ഇത് ഫസ്റ്റ് ഈ ഒരു ലുക്ക് വരുന്നുണ്ട്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു സീ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആ ഒരു ഭയങ്കര ഒരു പേസ്റ്റൽ ടോണിലോട്ട് പോയിട്ടുണ്ട്, പക്ഷെ അത്രയ്ക്ക് ഒരു ലൈറ്റർ ഇതിൽ വന്നിട്ടില്ല. എന്നാലും ഒരു ലൈറ്റ് ഷെയ്ഡ് ടോണിലാണ് എല്ലാം വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നല്ല കംഫർട്ടബിൾ സാരിയാണ് കേട്ടോ. അതിൻ്റെ ഒരു ബോർഡർ പാറ്റേൺ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇഫ് യു ലൈക്ക് ദിസ് കോമ്പിനേഷൻ വിത്ത് ദിസ് ലാവൻഡർ സാരി, ലാവൻഡർ ബ്ലൗസ്, യു ക്യാൻ പെയർ ഇറ്റ് വിത്ത് ദ സാരി ഓൾസോ. ഇത് നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. BM129 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. ആൻഡ് ആഡ് ഓൺ ആയിട്ട് നമുക്ക് സ്റ്റിച്ചിങ് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ റെഗുലർ സ്റ്റിച്ചിങ് ആയിരിക്കും കേട്ടോ അതിനകത്ത് വരുന്നത്. നമുക്ക് വിത്തൗട്ട് പാഡ്, പ്രിൻസസ് കട്ട് അങ്ങനെ വരുന്ന സ്റ്റിച്ചിങ് ആയിരിക്കും അതിനകത്ത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സെയിം മെറ്റീരിയൽ തന്നെയാണ് റണ്ണിങ്ങിൽ തന്നെ മെറ്റീരിയലിൻ്റെ അകത്ത് ഓഫ് വൈറ്റ്, പീച്ച് ഷെയ്ഡ് ആൻഡ് ഗോൾഡൻ ഫോയിൽ പ്രിൻറ്റിങ്ങിൻ്റെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. സോ ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ഇറ്റ്സ് എ റിയലി പ്രിറ്റി സാരി. അതിൻ്റെ ആ ഒരു വേവി ലൈൻസ് ആണ് എൻ്റെ ബോർഡർ ആയിട്ട് ലോ പോർഷനിൽ. അപ്പർ പോർഷനിൽ ബോർഡർ വരുന്നില്ല കേട്ടോ. അപ്പോൾ വിതൗട്ട് ബോർഡറാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്. നമുക്ക് ഉടുക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരി ആയതുകൊണ്ട് തന്നെ വർക്ക് വെയറിനും പെർഫെക്റ്റ് ആണ്. നമുക്ക് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരീസ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് ഓൾസോ വെരി പ്രിറ്റി. പെയിൽ യെല്ലോ ടോണിലാണ് വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ഈ ഒരു ബ്ലൗസിൻ്റെ കൂടെ എനിക്കൊന്ന് ഇതും അത്യാവശ്യം നല്ല രസമായിട്ട് ചെയ്യണം കേട്ടോ. അതിനകത്ത് ഒരു യെല്ലോ ടിൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. വെരി പ്രിറ്റി യെല്ലോ സാരി. യെല്ലോയിലും നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഗോൾഡ് കുറച്ചും കൂടി മേഴ്സായിട്ട് നിൽക്കുന്നുണ്ട്. വൈറ്റും അതിനകത്ത് ഒരുപാട് സ്റ്റാൻഡ് ഔട്ട് ആവാതെ ഒരു നല്ല ഭംഗിക്കാണ് നിൽക്കുന്നത്. ഇതെല്ലാം ഇത് സ്ക്രീൻ പ്രിൻറ്റിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അതെ, സ്ക്രീൻ പ്രിൻറ്റിലാണ് ഈ ഒരു പ്രിൻറ്റഡ് ഡിസൈൻസിനകത്ത് കൊടുത്തേക്കുന്നത്. പല്ലു കണ്ടിന്യൂസ് ആയിട്ട് സെയിം ആ ഒരു ഈ ഒരു പാറ്റേൺ തന്നെ കുറച്ചും കൂടെ വലുതാക്കിയത് നമ്മളുടെ വേവി ലൈൻസും കൂടെ ആയിട്ടുള്ള ഒരു റിപ്പീറ്റിനകത്ത് കൊടുത്തേക്കാണ്. ആൻഡ് ഫൈനലി ഒരു ലാവൻഡർ ഷെയ്ഡാണ് ലുക്ക് വരുന്നത്. കംഫർട്ടബിൾ ലൈറ്റ് വെയ്റ്റ് സാരീസ് ആൻഡ് എ ഗുഡ് പ്രൈസ് റേഞ്ച്. ആക്ച്വലി ആ ടസറിൻ്റെ ഫീൽ അതിനകത്ത് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഇറ്റ്സ് നമ്മൾ സെമി ടസർ എന്ന് പറയുന്ന സാരീസില്ലേ അതിനെക്കാട്ടിലും ലൈറ്റ് വെയ്റ്റ് ആണ്. ഭയങ്കര സുഖമാണ് ഉടുക്കാനായിട്ട്. സെമി സിൽക്ക് മെറ്റീരിയലിൻ്റെ അകത്ത് യൂഷ്വലി സെമി ടസർ ലുക്സ് വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വരും. നമുക്കിത് ഇറ്റ്സ് വെരി ക്ലോസ് ടു ബാംബു ടസർ. അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അത്രയും സ്റ്റാർച്ച് ലെവൽ ഇല്ലാതെ ബാംബു ടസറിൻ്റെ ഒരു ഫീലിൽ തന്നെ വന്നിരിക്കുന്ന പവലൂം സാരിയാണ് വിത്ത് കട്ട് വർക്ക് പാറ്റേൺ. ഓൺലി 2899. ഇറ്റ്സ് എ റിയലി ഗുഡ് പ്രൈസ് റേഞ്ച് ഫോർ ദിസ് സാരി. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഗിവ് ഇറ്റ് എ ട്രൈ. SBP 114. ടസർ ഫിനിഷിൽ വന്നേക്കുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് സാരി. ആൻഡ് ഇതൊരു എലഗൻറ്റ് പീസാണ്. ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലൊരു പ്രൈസ് റേഞ്ചിലുമാണ്. 1799 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. നല്ല കുറച്ച് ഡാർക്ക് പാലറ്റിൽ നല്ല ഭംഗിയുള്ള കളേഴ്സ്, എല്ലാം നല്ല രസമുള്ള ഷെയ്ഡ്സാണ്. പ്രത്യേകിച്ച് ഈ പീകോക്ക് ബ്ലൂ ഒക്കെ നമുക്ക് എല്ലാവർക്കും ചേരും. ആൻഡ് നല്ലൊരു ഒരുപാട് കോമ്പിനേഷൻസിൻ്റെ കൊണ്ട് ഇതിപ്പോൾ പീകോക്ക് ബ്ലൂ ഇസ് കളർ വിച്ച് യു ക്യാൻ പെയർ വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് തന്നെ നമുക്ക് ബ്ലൗസ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. സെയിം ഷെയ്ഡിൽ തന്നെ സെയിം മെറ്റീരിയലാണ്.
അപ്പോൾ ടാസ ഫിനിഷ് ആണ് നമ്മളിത് പവർലൂമിൽ ചെയ്തേക്കുന്ന സാരി. ആൻഡ് നമുക്ക് അതേപോലെ തന്നെ ആ ഒരു ലുക്ക് വരുന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ടാസ ഫിനിഷ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു തിക്കർ ആൻഡ് തിന്നർ ആയിട്ടുള്ള യാൺസും അതിനകത്ത് ചെറുതായിട്ട് ആ ഒരു നമ്മൾ ടസറിനകത്ത് കണ്ടിട്ടുള്ളത് പോലെ തന്നെ ടോൺ ഡിഫറൻസസ് ഒക്കെ കൊടുത്തുള്ള യാൺസ് വെച്ച് വീവ് ചെയ്തെടുത്തേക്കാണ്. ആൻഡ് ഇത് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിൽ ഒരു കുഞ്ഞ് പോൾക്ക ഡോട്ട് ഡിസൈനും കൂടെ കൊടുത്ത് അതൊരു ബോർഡർ പാറ്റേൺ ആയിട്ട് വരുന്നുണ്ട്, ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്, വളരെ നീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് നമുക്ക് ഈവൻ റോങ് സൈഡ് എടുത്ത് നോക്കിയാലും നല്ല നീറ്റായിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈവൻ കാഷ്വൽ പ്ലീറ്റ് ഇടാനാണെങ്കിലും ഒക്കെ നമുക്ക് ഇടാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട്. ഇപ്പോൾ ചിലരുടെ ഒരു സ്റ്റൈലാണ് പൊതുവേ പ്ലീറ്റഡ് ആയിട്ടും ചിലരത് യൂസ് ചെയ്യാറില്ല, സിംഗിൾ ആയിട്ടും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാക്കി കളേഴ്സും കൂടി ഒന്ന് കാണാം. പിന്നെ ഈ ഷെയ്ഡ് ബ്ലൂവിൻ്റെ ചില ടോൺസിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ട് കളർ വേരിയേഷൻ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ മാക്സിമം കിട്ടാൻ നോക്കും, പക്ഷെ എന്നാലും ചില ഷെയ്ഡ്സിനകത്ത് നമുക്ക് കളർ വേരിയേഷൻസ് വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. സോ ദിസ് ഇസ് എ പീകോക്ക് ബ്ലൂ, ഡാർക്ക് ടോണിലാണ് വന്നിരിക്കുന്നത്. ടാസൽ ഫിനിഷ് ചെയ്തേക്കുന്നത് നൈലോൺ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ടാസൽ ഫിനിഷിങ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് എ ഡാർക്ക് പിങ്ക്, ഒരു പിങ്ക് ചേർന്നിട്ടുള്ള ഒരു മജന്ത ചേർന്നിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു കളറാണ്. ഇത് എല്ലാവർക്കും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണിത്. എനിക്കൊന്ന് എല്ലാ കളേഴ്സും ഏകദേശം ആ ഒരു ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത്. എന്നാലും ഈ ഒരു കളർ പ്രത്യേകമായിട്ട് എല്ലാവർക്കും ചേരും കേട്ടോ. ആൻഡ് ബ്ലൗസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം വിതൗട്ട് ദി സ്കാറ്റ് ബോർഡർ പാറ്റേൺ മാത്രമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ബോർഡർ നോക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഒരു 4 ലൈൻസിൻ്റെ സർക്കിൾസ് ആണ് കൊടുത്തേക്കുന്നത്. 1799 നല്ലൊരു ബൈ. അത് ലൈറ്റ് വെയ്റ്റ് സാരീസാണ്, പ്ലീറ്റ്സ് എടുക്കാനും എളുപ്പമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. പ്ലീറ്റ്സ് വളരെ എളുപ്പത്തിൽ തന്നെ ഇത്. പിന്നെ ദിസ് ഇസ് വെരി ഈസി ടു മെയിൻറ്റെയിൻ, നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് വാഷസ് നമുക്കൊന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ കളർ ബ്ലീഡിങ് ചാൻസസ് വളരെ കുറവാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആവാൻ വേണ്ടിയിട്ട് മേ ബി ദ ഫസ്റ്റ് വാഷ് യു ക്യാൻ ജസ്റ്റ് വാഷ് ഇറ്റ് സെപ്പറേറ്റ്ലി ആൻഡ് സീ. ഇതാണ് എൻ്റെ പ്ലീറ്റ്സിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് എ ഡാർക്ക് ഗ്രീൻ, ഒരു ആമി ഗ്രീനിനോട് ക്ലോസറായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ബോർഡർ പാറ്റേൺ വൺ സൈഡിൽ മാത്രമായിട്ടാണ് കൊടുത്തേക്കുന്നത്, രണ്ട് സ്ലീവിൽ നമുക്ക് കൊടുക്കാനായിട്ട് വരും കേട്ടോ. അതിൻ്റെ ഫുൾ ലുക്ക് നല്ലൊരു ഷെയ്ഡ് ഓഫ് ഗ്രീനാണ്. ഈ ഷെയ്ഡൊക്കെ നമുക്ക് ഈവൻ കുറച്ചൊരു പ്രിൻറ്റഡ് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ്സ് ഒക്കെ വരുന്ന ബ്ലൗസസിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കാഷ്വൽ ഫീലിൽ പെയർ ചെയ്യാൻ നല്ലതാണ്. ഇപ്പോൾ ഇതിനെ നമുക്കൊരു ഒരു ഒക്കേഷണൽ വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിലും ഈസിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു സിംഗിൾ പ്ലീറ്റിൽ ഉടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ടസറിൻ്റെ ലുക്ക് വരുന്നത് കൊണ്ട് നമുക്കൊരു ഒക്കേഷണലിൻ്റെ ഫീൽ അതിനകത്ത് കിട്ടുകയും ചെയ്യും. ബ്ലൗസിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഓർ ഒരു ക്രൂ നെക്ക് സിമ്പിളായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, നമ്മളൊരു ക്രൂ നെക്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെക്ക് പീസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ you can actually give that occasional wear look for the saree. And the last shade grey ചേർന്നിട്ടുള്ള ഒരു ലാവൻഡർ ടോൺ ആണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SBP 133 ആണ്. 4 കളേഴ്സിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് മൊത്തം. ആണ് എൻ്റെ ലാസ്റ്റ് ഷീറ്റ്. നമ്മൾ റീറ്റെയിൽ ഇപ്പം ഞാൻ കറൻ്റ്ലി ശാസ്തമംഗലം റീറ്റെയിൽ ഔട്ട്ലെറ്റിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ കറണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാം, എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആയിരിക്കും. www.aham.store SBP 133 priced at 1799. നല്ലൊരു ഹെവി ലുക്കിൽ വന്നിരിക്കുന്ന പല്ലാണ് കേട്ടോ. നമ്മൾ യൂഷ്വലി കാണാറുള്ളത് ഈ ഒരു പാറ്റേൺ എഡ്ജിലായിട്ടാണ് വരാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പല്ലുവിൻ്റെ എൻഡിൽ നിന്നാണ് ആ ഒരു ഇത്രയും ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്ത് കുറച്ചും കൂടി ഹയർ ആയിട്ടാണ്, അത് ഫുള്ള് കാന്ത എംബ്രോയിഡറി പാറ്റേൺ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ലൈൻസിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് കുറച്ച് നമ്മളിങ്ങനെ ചുറ്റി പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ ഒരു എംബ്രോയിഡറി പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ നിന്നും ആ ഒരു വ്യൂ കിട്ടും. അത് നമുക്ക് ആ ഒരു ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരികയും ചെയ്യും കേട്ടോ. ആൻഡ് കളേഴ്സാണ് അതിനകത്ത് ഭഗൽപൂരിയിൽ നിന്ന് വന്നിരിക്കുന്ന സാരീസാണ്. 2799 റേഞ്ചിൽ. ഇതെല്ലാം ഹാൻഡ് എംബ്രോയിഡറി ആണ് കേട്ടോ.
ഫ്ലോറൽ ഡിസൈൻസ് ആ ഒരു ബുള്ളിയൻ നോട്ട്സും ബട്ടൺ ഹോൾ സ്റ്റിച്ചസും ഒക്കെ യൂസ് ചെയ്തേക്കാണ്. ആൻഡ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഒരു ലുക്കും ആൻഡ് ഇതിനകത്ത് കാന്തയുടെ ഔട്ട്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലുക്കിലുമാണ് ആ ഒരു ഫസ്റ്റ് ഇത് വന്നിരിക്കുന്നത്. ആൻഡ് ആ ഒരു സെയിം ലുക്കിൻ്റെ തന്നെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ ബഞ്ചസ് ഇതിനകത്ത് വരുന്നുണ്ട്. ലൈൻ വീവ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ബോർഡർ പാറ്റേണുമാണ് കൊടുത്തേക്കുന്നത്. സ്കാറ്റേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഫ്ലോറൽസ്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ്. സോ ദിസ് ഇസ് എ ഗ്രീൻ ടോൺ. ബഗൽപൂരി ലിനനിലാണ് വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. പവർലൂമിൽ ചെയ്തേക്കുന്ന സാരിയുമാണ് കേട്ടോ. ആൻഡ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ബ്രിക്ക് മറൂൺ ഷെയ്ഡാണ്. ഒരു കാഷ്വൽ ലുക്കുള്ള ബ്ലൗസുമായിട്ട് ഞാനത് പെയർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ആൻഡ് കളേഴ്സിനകത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഒരു ഗ്രേഷ് ടോൺ ടിൻറ്റഡ് ആയിട്ടുള്ള ബ്രൗൺ ടോൺ. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് BLD 160. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ഷെയ്ഡ്. ഇത് നല്ലൊരു ഏർതി ടോണാണ്, പക്ഷെ ഒരു മ്യൂട്ടഡ് ഷെയ്ഡാണ്. ഒരുപാട് ഇങ്ങനെ ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ബ്ലൗസിനാണെങ്കിൽ തന്നെ സെയിം പ്ലെയിൻ തന്നെയാണ്. ആൻഡ് അതിനകത്ത് നമുക്ക് സ്ലീവ് പ്ലേസ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഈ ഒരു ഫ്ലോറൽ ബഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. ആണെങ്കിലാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ കളേഴ്സ്, ഇറ്റ്സ് മോർ ലൈക്ക് ഗ്രേ ഷെയ്ഡ്, പിങ്കിൻ്റെ ടോൺസ്, ഗ്രീനിൻ്റെ ടോൺ, ഇതെല്ലാം ഷെയ്ഡഡ് ആയിട്ടുള്ള യാൻസും അതിനകത്ത് ആ ഗ്രീനിലൊക്കെ കയറി വരുന്നുണ്ട്. യെല്ലോ ടു മസ്റ്റേർഡ്. So this is the whole look. And the last shade വരുന്നത് ഒരു ഗോൾഡൻ ടോൺ വന്നിട്ടില്ല, അല്ലെങ്കിൽ മസ്റ്റേർഡ് യെല്ലോയുടെ ഷെയ്ഡ് അതിനകത്ത് വരുന്നുണ്ട്. ഇച്ചിരി ഒരു ബ്രൗൺ ടിൻറ്റഡും കൂടിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ലുക്ക്. പല്ലുവിൻ്റെ ഒരു നല്ലൊരു ഏരിയ ഫുള്ളായിട്ട് ഈ ഒരു കാന്തയുടെ ലൈൻ എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. And then towards the upper part we have embroidery look. Heavy embroidery floral look ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്കിൽ നല്ലതാണ്. ഒതുങ്ങി തന്നെ കിടക്കുന്ന പ്ലീറ്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ BLD 160 2799 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്.